നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രൻ തികഞ്ഞ പരാജയം, അമ്പേ തോൽവി എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, CPM നേതാക്കൾ തന്നെയാണ്. മറ്റെവിടത്തെയുമല്ല, തിരുവനന്തപുരത്ത് തന്നെ പ്രമുഖ നേതാക്കൾ. ധിക്കാരവും ധാർഷ്ട്യവും കൈമുതലാക്കിയ മേയർ പാർട്ടിക്കും അതുപോലെ സർക്കാരിനും വലിയ തലവേദനയായി മാറുന്നുവെന്നും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയെയും ചവിട്ടിക്കൂട്ടുകയാണ് CPM പ്രവർത്തകരും അതോടൊപ്പം നേതാക്കളും. CPM ജില്ലാ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മേയർക്കെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി തന്നെ വകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയതും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. മേയർക്ക് ധിക്കാരവും ധാർഷ്ട്യവുമാണെന്നാണ് പ്രതിനിധികളിൽ ചിലർ വിമർശിച്ചത്. രാജ്യാന്തര ദേശീയ പുരസ്കാരങ്ങളൊന്നും തന്നെ വാങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കിട്ടേണ്ടത് ജനങ്ങളുടെ അവാർഡാണ്. അതിൽ മേയറാകട്ടെ തികഞ്ഞ പരാജയവും. എന്നാൽ ഈ സമയത്ത് മേയറെ അനുകൂലിച്ചുകൊണ്ടും ചിലർ രംഗത്തെത്തി എന്നുള്ളത് പതിവ് കാഴ്ചയാണ്. രാഷ്ട്രീയ എതിരാളികൾ മേയറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള പതിവ് നയം തന്നെയാണ് അവർ ഇറക്കിയത്. നഗരസഭയുടെ നിലവിലെ പ്രവർത്തനങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ പ്രതികൂലമായി തന്നെ ബാധിക്കും. ആ ആശങ്ക വലിയ തോതിൽ തന്നെ ഉയരുന്നുണ്ട്. നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ 2025 തിരിച്ചു വീണ്ടും ഭരണത്തിൽ വരാൻ കഴിയില്ല എന്നാണ് സമ്മേളനം വിലയിരുത്തിയത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ മികച്ച പ്രവർത്തനം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ഇല്ല എങ്കിൽ നഗരസഭ കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതുകൂടാതെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വിമർശനം വലിയ തോതിൽ തന്നെ ഉണ്ടായി. ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകൾ പോലുമില്ലാത്ത അവസ്ഥ, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരില്ല, റോഡുകൾ, കുടിവെള്ള പ്രശ്നം, മാലിന്യ സംസ്കരണം തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളിൽ പരാതി വലിയ തോതിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കുകയാണ് സർക്കാർ തലത്തിൽ ചെയ്യേണ്ടത്. നിലവിൽ പ്രഖ്യാപനങ്ങളല്ലാതെ ഫണ്ടൊന്നും തന്നെ എങ്ങും കിട്ടുന്നില്ല എന്നുള്ള മൊത്തത്തിലുള്ള വിമർശനം സമ്മേളനത്തിൽ ഉയർന്നു കേട്ടു. ഇനി പോലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ അവഗണനയാണ്. എന്നാൽ BJPക്കാർക്കും SDPIക്കാർക്കും നല്ല പരിഗണന പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ. വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമെന്ന വിമർശനവും ഇതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ശക്തനായ ഒരു മന്ത്രി ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പരിഹാസവും ഉയരുന്നുണ്ട്. മറ്റു ഒരു ഭാഗത്താകട്ടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ME ഗോവിന്ദനെ പരിഹസിച്ചുകൊണ്ട് ഒരു വനിതാ പ്രതിനിധി രംഗത്തെത്തിയതാണ് ശ്രദ്ധേയമായ മറ്റൊരു വിഷയം. പോലീസിനെ വിമർശിക്കുന്നതിനിടയിൽ തന്നെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ശൈലിയെ കൂടി പ്രതിനിധി പരിഹസിച്ചിരിക്കുന്നത്. ഗോവിന്ദൻ മാഷ് എപ്പോഴും പറയാറുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. സെക്രട്ടറിയുടെ പ്രസംഗത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് അപ്പോഴായിരിക്കും. അതായത് പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറ്റു വഴിക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇരകൾക്ക് നീതി കിട്ടുന്നേയില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകളിൽ നടപടി എങ്ങും എത്തുന്നില്ല. പാർട്ടി നേതാക്കൾക്ക് പോലും നീതിയില്ല. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് അന്വേഷണം നേരിടുന്ന MR അജിത്കുമാറിനെതിരെയും രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയെ തന്നെ നോട്ടം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. അജിത്കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതോടെ സർക്കാർ കീഴടങ്ങിയെന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയതെന്നാണ് പ്രതിനിധികളുടെ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ വിമർശനം. പാർട്ടിയിൽ വനിതകൾക്കാകട്ടെ പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥ. വനിതകളെ പാർട്ടി പദവികളിൽ നിന്നും തഴയുന്നു. പാർട്ടി പദവിയിലെത്തിയ സ്ത്രീകളുടെ കണക്കുകൾ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അതിൽ വളരെ സന്തോഷം. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന ഒരു സർക്കുലർ ഇറക്കാനുള്ള ആർജവം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ എന്നാണ് ഒരു വനിതാ പ്രതിനിധി ഉൾപ്പെടെ ചോദിച്ചിരിക്കുന്നത്. ധനവകുപ്പാകട്ടെ സമ്പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി കേന്ദ്ര സർക്കാരാണ് പ്രശ്നമെങ്കിൽ കേന്ദ്രം സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വെറുതെ പരിഭവം പറഞ്ഞു നടക്കുകയാണ് ധനമന്ത്രി. രണ്ടാം പിണറായി സർക്കാരിൽ കിഫ്ബി പോലുള്ള പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. ആരോഗ്യവകുപ്പിൽ ഒരു മന്ത്രി ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണെന്നാണ് പ്രതിനിധികൾ പറഞ്ഞത്. ഏറ്റവും ഒടുവിലായി BJPയിൽ ചേർന്ന കഴക്കൂട്ടം മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള മധു മുല്ലശ്ശേരി വിഷയവും ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് നേരെ തന്നെയാണ് വിമർശനം ശക്തമായി ഉയർന്നിരിക്കുന്നത്. മധു കഴക്കൂട്ടം വഴി പോയപ്പോൾ വെറുതെ കസേരയിൽ കയറി ഇരുന്നതല്ല എന്നാണ് ഒരു പ്രതിനിധി എടുത്തു പറഞ്ഞത്. ജില്ലാ സംസ്ഥാന നേതൃത്വമാണ് മധുവിനെ ഏരിയ സെക്രട്ടറി ആക്കിയത്. മധുവിനെ ഏരിയ സെക്രട്ടറി ആക്കിയ ഉത്തരവാദിത്തത്തിൽ നിന്നും നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയണമെന്നാണ് പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിലാകട്ടെ ശക്തമായ വിമർശനം തന്നെയാണ് മേയർക്കെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ പ്രധാന വകുപ്പുകൾക്കെതിരെയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.